അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, 9 തരം സ്വഭാവങ്ങളുള്ള അമ്മായിമ്മമാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അമ്മായിമ്മമാരുടെ പെരുമാറ്റങ്ങൾക്കനുസരിച്ച്, സ്വഭാവങ്ങൾക്കനുസരിച്ച് 9 വിഭാഗമായി വർഗീകരിച്ചിട്ടുണ്ട്. നിങ്ങളൊരു അമ്മായിമ്മയാണ് എങ്കിൽ, നിങ്ങൾക്കൊരു മരുമകളുണ്ട് എങ്കിൽ, ഈ പറയുന്ന 9 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പോസിറ്റീവായ സ്വഭാവങ്ങളാണെങ്കിൽ അത് ഒന്നുകൂടെ ഉഷാറാക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളാണെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. കുടുംബജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷവും സമാധാനം ഉണ്ടാവുകയുള്ളൂ. 2 വ്യക്തികൾ എപ്പോഴും പിണക്കമാണ്, കലഹമാണ് എങ്കിൽ ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, ഒരുമയോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിലേക്ക് നമ്മുടെ മക്കളിൽ നിന്ന് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ, നമ്മുടേതായ അത്ര വിവരമില്ലാത്ത, കൂടുതൽ ലോകപരിചയമില്ലാത്ത, ഭക്ഷണം പാകം ചെയ്ത് പരിചയമില്ലാത്ത ഒരു പുതിയ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ അവൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി നിൽക്കുകയാണ്. അവൾക്ക് നൽകേണ്ടത് സ്നേഹമാണ്. എത്രത്തോളം സ്നേഹം നൽകുന്നുണ്ടോ അത്രത്തോളം ഇന്നല്ലെങ്കിൽ നാളെ അവൾ തിരിച്ചു നൽകും. ഈ ഉമ്മയും ഒരു കാലത്ത് മരുമകളായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്ന 9 സ്വഭാവങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവങ്ങളുണ്ടെങ്കിൽ മാറ്റുക. നല്ല സ്വഭാവങ്ങളുണ്ടെങ്കിൽ മരുമകളെ സ്നേഹം നൽകി തൻ്റെ വീട്ടിലെ ഒരു അതിഥിയായി, തൻ്റെ വീട്ടിലെ ഒരു അംഗമായി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ കാര്യം അൽ ഹമാതുദ് ദാഇമ. അമ്മായിമ്മമാരുടെ സ്വഭാവങ്ങളിൽ ഒന്നാമത്തെ സ്വഭാവമാണ് അൽ ഹമാതുദ് ദാഇമ, സഹായശീലമുള്ള ഒരു സ്വഭാവം. അല്ലേ? സ്വന്തം മരുമകളെ മകളായി കാണാനും അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അടുക്കള ജോലിയിലോ മറ്റുള്ള കാര്യങ്ങളിലോ സഹായിക്കാനും മനസ്സുള്ള ഒരു ഉമ്മ. പീരിയഡ്സിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാകുമ്പോൾ എൻ്റെ മോള് പോയി കിടന്നോളൂ, ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന നല്ല ആരോഗ്യം ഉണ്ടെങ്കിലാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ഒരു ഉമ്മ സ്വന്തം മകളെ പോലെ കാണുക. സ്വന്തം മകൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ ചെയ്യുക. സ്വന്തം മകളായിട്ട്, ആത്മാർത്ഥതയോടുകൂടെ സ്വന്തം മകളായിട്ട് കാണുന്ന ഒരു ഉമ്മ. അങ്ങനെയാണെങ്കിൽ അതാണ് അൽ ഹമാതുദ് ദാഇമ, സഹായശീലയായ പ്രിയപ്പെട്ട ഉമ്മ. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മയുടെയും മരുമകളുടെയും ഇടയിൽ നല്ല ഒരു ബന്ധം ഉണ്ടാകും. സ്വന്തം ഉമ്മയേക്കാൾ അവൾ ഈ ഉമ്മയെ സ്നേഹിക്കും. അപ്പോൾ ആ കുടുംബം വളരെ മനോഹരമായിരിക്കും. ഭർത്താവിന് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. തൻ്റെ ഉമ്മയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും സ്നേഹത്തോടെ പെരുമാറുന്നത് കാണുമ്പോൾ അയാളുടെ മനസ്സ് നിറയും. ഇനി രണ്ടാമത്തെ കാര്യം അൽ ഹമാത്തുൽ മുതഹക്കിമ, വിധികർത്താവായ ഒരു അമ്മായിമ്മ. അതൊരു സ്വഭാവമാണ്. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ തീരുമാനം. ഞാൻ പറയുന്ന വസ്ത്രമാണ് എൻ്റെ മരുമകൾ ധരിക്കേണ്ടത്. ഞാൻ പറയുന്ന സ്ഥലത്തേക്കാണ് എൻ്റെ മകനും മരുമകളും ടൂർ പോകേണ്ടത്. ഞാനാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്. അവളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത, അവളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു സ്വഭാവം, ഇത് ദുസ്വഭാവമാണ്. മരുമകളെയും മകനെയും മനുഷ്യനായി കാണുക എന്നതാണ്. മനുഷ്യത്വം പോലും ഹനിക്കുന്ന രൂപത്തിലായിരിക്കും ചില ആളുകളുടെ പെരുമാറ്റം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ അകലാനാണ് അതിന് കൂടുതൽ സാധ്യത. കാരണം ഭർത്താവിൻ്റെ ഉമ്മയുടെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ ഭർത്താവിനെ പോലും ആ പെൺകുട്ടി വെറുക്കാൻ തുടങ്ങും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തൻ്റെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന തീരുമാനം. എപ്പോഴാണ് ഭക്ഷണം പാകം ചെയ്യേണ്ടത്, എന്ത് ഭക്ഷണമാണ് പാകം ചെയ്യേണ്ടത്, മരുമകൾ എപ്പോഴാണ് കിടക്കേണ്ടത്, എപ്പോഴാണ് ഉണരേണ്ടത്, ഇങ്ങനെ ഒരു മുതഹക്കിമ, വിധികർത്താവായ സ്വഭാവമുള്ള ആളാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് അവളുടെ കാര്യങ്ങൾക്കൊക്കെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. മനുഷ്യത്വം നമ്മൾ പരിഗണിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം അൽ ഹമാത്തുൽ മുതഫഹിമ, നല്ല ബുദ്ധിമതിയായ അമ്മായിമ്മ. എന്താണ് ബുദ്ധിമതിയായ അമ്മ? ലോകവിവരമുള്ള ആൾ, പത്രം വായിക്കുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് പരിചയമുള്ള ആളാണ്. അവൾക്കറിയാം, ആ ഉമ്മാക്കറിയാം എന്താണ് ന്യൂ ജനറേഷൻ്റെ ട്രെൻഡ്, എന്താണ് വൈബ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ടൂർ പോകാൻ താല്പര്യമില്ലാത്ത മകനെ നിർബന്ധിച്ച് മരുമകളെ ലോകം കാണിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഉമ്മ. അതുപോലെ തന്നെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന,
അവൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഒരു ഉമ്മ, അവളുടെ വാക്കുകൾക്ക്, അവളുടെ നിർദ്ദേശങ്ങൾക്ക് ഒക്കെ വാല്യൂ കൊടുക്കുന്ന ഒരു ഉമ്മ, അല്ലേ, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഉമ്മ, സ്വന്തം മകളായിട്ട് സ്വന്തം വീട്ടിലെ ഒരു ആളായിട്ട് അവളെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ഉമ്മ, വാക്കുകൾക്കും അവളുടെ പെരുമാറ്റങ്ങൾക്കുമൊക്കെ ബഹുമാനം കൊടുക്കുന്ന, നന്നായി സംസാരിക്കുന്ന, നല്ല ഒരു പേരൊക്കെ വിളിക്കുന്ന, ഉമ്മാക്ക് വിളിക്കാനും മരുമകളെ വിളിക്കാനും വേറൊരു പേരുണ്ട്, ആരും വിളിക്കാത്ത. മരുമകൾ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എന്താണ് വിളിക്കൽ, ആ പേര് വിളിക്കുന്നതിന് പകരം ഉമ്മാക്ക് വിളിക്കാനൊരു പ്രത്യേക പേര്, അങ്ങനെയൊക്കെ മരുമകളെ പരിഗണിക്കുന്ന ഉമ്മ. അതാണ് നമ്മൾ പറഞ്ഞത് അൽ ഹമാത്തുൽ മുതഫഹിമ. മകന് തോന്നണം എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഭാര്യനെ നല്ല ഇഷ്ടമാണെന്നുള്ളത്, അല്ലേ? അപ്പോൾ അയാൾക്ക് നല്ല സന്തോഷമാകും. മക്കളുടെ സന്തോഷമാണല്ലോ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മരുമകളെ സ്നേഹിച്ചാൽ, മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മരുമകളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മകന് അതായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അത് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്വഭാവമാണ് അൽ ഹമാത്തുൽ മുതഫഹിമ, നല്ല ബുദ്ധിമതിയായ അമ്മായിമ്മ. ഇനി 4ാമത്തെ കാര്യം അൽ ഹമാത്തുൽ ഹക്കീമ, ആവശ്യമുള്ളപ്പോൾ മാത്രം ഇടപഴകുന്ന അമ്മായിമ്മ, അല്ലേ? മകൻ്റെയും മരുമകളുടെയും ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അത് അവർ തീർത്തോളും. എല്ലാ കാര്യങ്ങളിലും പോയി ഇടപെടുക, ഏത് വസ്ത്രം ധരിക്കണം, അത് ഏത് കാര്യത്തിലും പോയി ഇടപെടുക. ഒരതിര് വിടുമ്പോൾ മാത്രമേ ഇടപെടാവൂ എന്നതാണ് അൽ ഹമാത്തുൽ ഹക്കീമ എന്ന് പറഞ്ഞാൽ. നീതി നടപ്പാക്കുന്ന ഒരമ്മായിമ്മ, കുടുംബത്തിൽ നല്ല സ്റ്റേബിളായി നിലനിർത്തുന്ന, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന ഒരു സ്വഭാവം. ചെറിയ കാര്യങ്ങളിലൊക്കെ ഇടപെടാതെ വലിയ അവർ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇടപെടുക. അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു കൊടുക്കേണ്ടത് അതൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം. ഇതാണ് അൽ ഹമാത്തുൽ ഹക്കീമ, നല്ല ബുദ്ധിമതിയായ അമ്മായിമ്മ, നല്ല നീതിമതിയായ അമ്മായിമ്മ. ഇനി പറയുന്നതാണ് 5ാമത്തത് അൽ ഹമാത്തുൽ ഹസൂദ, അസൂയയുള്ള സ്വഭാവം. എൻ്റെ മകൻ എന്നെയാണ് സ്നേഹിക്കേണ്ടത്, എൻ്റെ മകൻ എന്നെയാണ് പരിഗണിക്കേണ്ടത്, അതിനുശേഷമാണ് മരുമകളെ പരിഗണിക്കേണ്ടത് എന്ന ചിന്ത, ഇത് വലിയ ദുരന്തത്തിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്. കാരണം അമ്മായിമ്മയും മരുമകളും പിന്നീട് മത്സരമാണ്. ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, ആരാണ് മകൻ്റെ സാമീപ്യം പിടിച്ചു പറ്റുന്നത്, മകൻ്റെ സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന 2 ആളുകളായി മാറും. ഇവരെങ്ങനെയാണ് ഒരുമിച്ചൊരു കുടുംബത്തിൽ കഴിഞ്ഞു പോകുക? എൻ്റെ മകൻ മരുമകളെ സ്നേഹിക്കട്ടെ, എന്നെയും സ്നേഹിക്കുന്നല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് വേണ്ടത്. അങ്ങനെ ചിന്ത വരുമ്പോൾ 2 പേരുമാണ് നമ്മെ സ്നേഹിക്കുന്നത്. മകൻ മരുമകളെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കണം എന്നൊരു ഉമ്മ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഉമ്മാക്ക് കിട്ടാൻ പോകുന്നത് മരുമകളുടെയും മകൻ്റെയും സ്നേഹമാണ്. ഇവിടെ കിട്ടാൻ പോകുന്നതോ, മത്സരിക്കുന്ന സമയത്ത് അസൂയയോടുകൂടെ ചിന്തിക്കുമ്പോഴോ 2 ആളുടെയും ജീവിതം തകരുകയും മകനും മരുമകളും ഒരുമിച്ചാണ് അമ്മായിമ്മയെ വെറുക്കാൻ പോകുന്നത്. നേരെ മറിച്ച് എൻ്റെ മരുമകൻ്റെ സ്നേഹത്തിന് അർഹയായത് അവൻ്റെ ഭാര്യയാണ്. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ അയാൾക്ക് കൂടുതൽ സമയം ഉമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഴയതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയാണ് ഈ ഉമ്മാക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ തൻ്റെ മകൻ മരുമകളെ നല്ലവണ്ണം സ്നേഹിക്കണമെന്ന് ഉമ്മ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഉമ്മാക്ക് കിട്ടുന്നത് 2 പേരുടെയും ഒന്നിച്ചുള്ള സ്നേഹമാണ്. ഇതിപ്പോൾ മത്സരിച്ചു കഴിഞ്ഞാൽ 2 സംഭവിക്കും. ഒന്നെങ്കിൽ 2 പേരുടെയും സ്നേഹം നഷ്ടപ്പെടും, അല്ലെങ്കിൽ മരുമകളുടെ സ്നേഹം നഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അസൂയ, മരുമകളോട് ഒരിക്കലും അസൂയ ഉണ്ടാകാൻ പാടില്ല. ഇനി 6ാമത്തെ കാര്യം അൽ ഹമാത്തുൻ നാഖിദ, എപ്പോഴും കുറ്റം കണ്ടെത്തുന്ന സ്വഭാവം. മരുമകൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഉപ്പില്ല, വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ അടിച്ചു വാരിയത് വൃത്തിയായിട്ടില്ല, വീട് തുടച്ചത് വൃത്തിയായിട്ടില്ല, വസ്ത്രം അലക്കിയത് ശരിയായിട്ടില്ല, പെരുമാറിയത്, സംസാരിച്ചത്, അവൾ ചെയ്തത് മുഴുവനും കുറ്റം പറയുന്ന സ്വഭാവം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു കറി വെച്ചപ്പോൾ അതിൽ ഉപ്പധികമായി കഴിഞ്ഞാൽ അമ്മായിമ്മ കുറ്റം പറയുന്നതിന് പകരം 10 കാര്യങ്ങളാണ് ഒരു കറി വെക്കാൻ വേണ്ടത് എങ്കിൽ 9 കാര്യങ്ങൾ ശരിയായി, 1 ശരിയാകാത്തുള്ളൂ, മോളെ അത് പിന്നീട് ശരിയാക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ചെറിയ തെറ്റ്, ഉപ്പില്ല എന്നുള്ളൊരു തെറ്റ് സ്നേഹത്തോടുകൂടെ തിരുത്താണ് വേണ്ടത്. അല്ലാതെ അതിൽ കുറ്റം കണ്ടെത്തുക, അവളുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന കുറ്റം, അവർ കൊണ്ടുവന്ന വസ്തുക്കളിലെ കുറ്റം, അവളുടെ ധരിക്കുന്ന വസ്ത്രത്തിലെ കുറ്റം, പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, എല്ലാ കാര്യങ്ങളിലും ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടെത്തി അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് അവളെ അവഹേളിക്കുന്ന സ്വഭാവം ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്നേഹം ഉണ്ടാകാൻ പോണില്ല, കുടുംബം തകരാനാണ് പോകുന്നത്. അതിനു പകരം, തെറ്റുകൾക്ക് പകരം ഈച്ചയുടെ സ്വഭാവം ഒഴിവാക്കിയിട്ട് നല്ല സ്വഭാവം കണ്ടെത്തുക. കുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ
അവളുടെ നല്ല സ്വഭാവങ്ങളിലേക്ക് ചിന്തിക്കുക. അപ്പോൾ അവൾ നമ്മെ സ്നേഹിക്കും. ഇവിടെ ഞാനിത് മരുമകളെ അമ്മായി നേരത്തെ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ പല ആളുകളും പറയുകയുണ്ടായി അമ്മായിമ്മയെ കുറ്റം പറയുകയാണെന്നല്ല. അങ്ങനെയല്ല. ഇവിടെ കൂടുതൽ എക്സ്പീരിയൻസും കാര്യഗൗരവത്തിനെക്കുറിച്ചുള്ള അറിവും ഒക്കെ ഉള്ളത് മുതിർന്നവളായ പ്രായമുള്ള ഉമ്മാക്കാണ്. അവളാണ് കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത്. ഇനി 7ാമത്തെ സ്വഭാവമാണ് അൽ ഹമാത്തുൽ മുഖാരിന, താരതമ്യം ചെയ്യുന്ന സ്വഭാവം. മരുമകൾ എപ്പോഴും താരതമ്യം ചെയ്യുകയാണ് അപ്പുറത്തുള്ള മരുമകളെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വന്തം മകളെക്കുറിച്ച്. നീ എൻ്റെ മകളെ കണ്ടുപിടിക്കുക, അവൾ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും. ചിലപ്പോൾ ഇതൊന്നും വിചാരിക്കാതെ പറയുന്നതായിരിക്കും. ചിന്തിക്കാതെ പറയുമ്പോൾ പോലും മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച്, അവളുടെ വസ്ത്രത്തെക്കുറിച്ചോ അവളുടെ കുടുംബത്തെക്കുറിച്ചോ മറ്റൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റത്തെക്കുറിച്ചോ അവൾ വീട്ടിൽ നല്ല കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചോ അവളുടെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതിയിട്ടില്ലെങ്കിൽ പോലും ഈ പെൺകുട്ടിക്ക് അതൊരു താരതമ്യമായിട്ടാണ് തോന്നുന്നത്. അത്രയും വിവേകത്തോടുകൂടെ പെരുമാറണം. അയൽവാസിയായ വീട്ടിലേക്ക് കടന്നു വന്ന മരുമകളുടെ ഗുണങ്ങൾ ഒരിക്കലും തൻ്റെ മരുമകൾക്കില്ല എങ്കിൽ അവർക്കിടയിൽ അത് പറയാൻ പാടില്ല. എന്നാൽ പോസിറ്റീവായിട്ടുള്ള താരതമ്യമാണെങ്കിൽ കുഴപ്പമില്ല. അവളെക്കാൾ ഉഷാറായിട്ട് എൻ്റെ മരുമകൾ പാചകം ചെയ്യും, എൻ്റെ മകൾ നന്നായി സംസാരിക്കും, അങ്ങനെ പറയുമ്പോൾ അവൾക്ക് കൂടുതൽ സ്നേഹമാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇവൾ അതുപോലെ ആവണം എന്ന് ചിലപ്പോൾ അമ്മായിമ്മ വിചാരിക്കുന്നത് അവളെ കണ്ട് പഠിക്കട്ടെ, അല്ലെങ്കിൽ അതുപോലെ പാചകം ചെയ്യാൻ വേണ്ടി അവൾ നന്നാവണം എന്ന് വിചാരിച്ച് പറയുന്നത് പോലും ഇത് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഈ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകാൻ പോകുന്നത്. ഇനി 8ാമത്തെ കാര്യമാണ് അൽ ഹമാത്തുൽ മുത്തഹയ്യിസ, പക്ഷാപാതമുള്ള അമ്മായിമ്മ. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ, മകൻ്റെയും മരുമകളുടെയും ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മായിമ്മ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? മകൻ്റെ ഭാഗത്താണോ മരുമകളുടെ ഭാഗത്താണോ? മരുമകളുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്. കാരണം അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നവളാണ്, അവൾക്ക് അവിടെ ആരുമില്ല. ഈ ഉമ്മ മകൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ ഈ മരുമകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകും, അല്ലേ? മകൻ മരുമകളെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും മകൻ്റെ ഭാഗം നിൽക്കാൻ പാടില്ല. മരുമകളെ പരസ്യമായി അപമാനിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ശകാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഉമ്മ ഒരു മകനെ അടിച്ചു എന്ന് വെക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഉമ്മ മകനോട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു, കുഴപ്പമില്ല. കാരണം ഉമ്മ ചെറുപ്പം മുതലേ ദേഷ്യപ്പെടുന്ന ആളാണ് മകൻ. അവനത് ചെറുപ്പം മുതൽ പരിചയമുള്ള ആളാണ്. എന്നാൽ 20 വയസ്സ് മുതലാണ് ഈ പെൺകുട്ടി ഈ ഉമ്മയെ കാണുന്നത്. അവൾക്ക് കല്യാണത്തിന് മുമ്പ് വെറും ഒരു സ്ത്രീ മാത്രമാണ്. അപ്പോൾ അവർ ഈ അധികാരം ഉപയോഗിച്ച് മകൻ്റെ ഭാര്യയാണെന്നുള്ള അധികാരം ഉപയോഗിച്ച് അവളെ ശകാരിക്കുകയോ അവളെ കുറ്റം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരിക്കലും അത് പൊറുക്കാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൾ മരുമകളാണ്. അവൾ ഒരിക്കലും അവളുടെ ഭാഗത്തേ നിൽക്കാവൂ, പക്ഷപാതം കാണിക്കാൻ പാടില്ല. ഇവിടെ നിൽക്കേണ്ടത് തെറ്റ് മരുമകളുടെ ഭാഗത്താണെങ്കിൽ പോലും ബാലൻസ് ചെയ്യാൻ വേണ്ടി, മരുമകളെ ന്യായീകരിക്കാൻ വേണ്ടി പോലും അവിടെ നിൽക്കുമ്പോൾ ഈ മരുമകൾ നന്നായിട്ട് സ്നേഹിക്കും. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് എന്താണ് ഉസ്താദി പറയുന്നത് എന്നതാണ്. അങ്ങനെയല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് മരുമകൾ ഇവിടെ ഒറ്റപ്പെടാൻ പാടില്ല എന്നതാണ്. ചിലപ്പോൾ ചെറിയ തെറ്റുകളായിരിക്കും ആദ്യം ചെയ്യുക. അപ്പോൾ ഈ ചെറിയ തെറ്റുകൾക്കൊക്കെ അവളുടെ കൂടെ നിന്നത് തിരുത്തുകയാണ് വേണ്ടത്. ആ തെറ്റുകൾ തിരുത്തി കൊടുക്കാനുള്ള ഒരു വിവേകമാണ് പ്രിയപ്പെട്ട ഉമ്മമാർക്കുണ്ടാവേണ്ടത്. ഇനി 9ാമത്തെ കാര്യം അൽ ഹമാത്തുൽ മുതസല്ലിതതു ബിൽ ആതിഫ, ഇമോഷണലി കൺട്രോൾ ചെയ്യുന്ന ആൾ. ഞാൻ ഓനെ 10 മാസം വയറ്റിൽ കൊണ്ടുവന്ന് നടന്നതാണ്, ഇപ്പോൾ എനിക്ക് ഇന്ന വേണ്ട, അല്ലെങ്കിൽ അവരെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എന്നെ പരിഗണിക്കുന്നില്ല, എൻ്റെ വാക്കുകൾക്ക് വില നൽകുന്നില്ല. ഇങ്ങനെ ഇമോഷണലി മകനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഉമ്മമാരുണ്ടാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം തിരിച്ചു കിട്ടും. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെയാണ് 9 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ 9 സ്വഭാവങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് അമ്മായിമ്മ എന്ന് പറയുന്നത്. അവരെങ്ങനെ പെരുമാറുന്നോ അതാണ് ആ കുടുംബത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. ആ കുടുംബത്തിലുണ്ടാകുന്ന അമ്മായിമ്മയുടെ ഒരു റിഫ്ലക്ഷൻ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് വിവേകപൂർണമായ പെരുമാറ്റത്തോടുകൂടെ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടിയെ മതിമറന്ന് സ്നേഹിക്കുക എന്ന് മാത്രമാണ്. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഇൻസ്റ്റിങ്ക്റ്റാണ് അത് തിരിച്ചു തരിക എന്നുള്ളത്. അപ്പോൾ കൊടുക്കാൻ മുൻകൈ എടുക്കേണ്ടത് ഉമ്മയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മരുമകൾ എന്നെ സ്നേഹിക്കട്ടെ എന്ന് കാത്തു നിൽക്കാൻ പാടില്ല. കാരണം നമ്മെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് മരുമകൾ. ഈ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.